ഇന്നത്തെ സമൂഹം ഏറ്റവും അധികം ഭീതിയോടെ കരുതുന്നതും എന്നാൽ സർവ്വസാധാരണമായി കണ്ടുവരുന്നതുമായ ഒരു അസുഖമാണ് ക്യാൻസർ. പ്രധാനപ്പെട്ട 3 ക്യാൻസർ ചികിത്സകളാണ് സർജറി, റേഡിയേഷൻ, കീമോതെറാപ്പി എന്നിവ. സർജറി എന്നാൽ ക്യാൻസർ ബാധിച്ച അവയവത്തെ നീക്കം ചെയ്യലാണെന്ന് നമുക്കറിയാം. അതുപോലെ അയണൈസിംഗ് റേഡിയേഷൻ ഉപയോഗിച്ച് ക്യാൻസർ ബാധിത കോശങ്ങളെ നശിപ്പിക്കുന്ന രീതിയാണ് റേഡിയേഷൻ തെറാപ്പി. റേഡിയേഷൻ പോലെ തന്നെ കീമോതെറാപ്പിയുടെ ഉദ്ദേശവും ക്യാൻസർ ബാധിത കോശങ്ങളെ നശിപ്പിക്കലാണ്. പക്ഷെ ഒരു വ്യത്യാസമുണ്ടെന്ന് മാത്രം. റേഡിയേഷനിൽ എക്സ്റേ രശ്മികളും ഗാമാറേ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ കീമോതെറാപ്പിയിൽ മരുന്നുകളാണ് ഉപയോഗിക്കുന്നത്. കീമോതെറാപ്പി നൽകുന്നത് വഴി ക്യാൻസർ കോശങ്ങളുടെ പൊതു സ്വഭാവമായ വേഗത്തിലുള്ള വിഭജനം കുറയ്ക്കാൻ സാധിക്കുന്നു. അതോടൊപ്പം തന്നെ മറ്റു രോഗലക്ഷണങ്ങൾ കുറയ്ക്കുവാനും ജീവിത ദൈർഘ്യം കൂട്ടുവാനും ഇതുവഴി സാധിക്കുന്നു. കീമോതെറാപ്പിയുടെ പിതാവായി കരുതപ്പെടുന്നത് ജർമ്മൻ ശാസ്ത്രജ്ഞനായ പോൾ എർലിക് ആണ്. എന്നാൽ ആധുനിക കീമോതെറാപ്പിയുടെ പിതാവായി സിഡ്നി ഫാബറിനെയാണ് കണക്കാക്കുന്നത്. കീമോതെറാപ്പി പ്രചാരത്തിൽ ഉണ്ടായിരുന്നുവെങ്കിലും ക്യാൻസർ ചികിത്സയ്ക്കായി കീമോതെറാപ്പി ഉപയോഗിച്ചു തുടങ്ങിയത് 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലാണ്. മസ്റ്റാർഡ് ഗ്യാസ് രക്ത ഉൽപാദനത്തെ തടയുന്നതായി ശാസ്ത്രജ്ഞർ കണ്ടെത്തിയിരുന്നു. തുടർന്ന് 2-ാം ലോക മഹായുദ്ധ കാലത്ത് മസ്റ്റാർഡ് ഗ്യാസ് ഗ്രൂപ്പിൽപ്പെടുന്ന നൈട്രജൻ മസ്റ്റാർഡിനെ പറ്റി യേല യൂണിവേഴ്സിറ്റിയിലെ ഫാർമക്കോളജിസ്റ്റുകളായ ആൽഫ്രഡ് ഗിൽമാൻ, ലൂയിസ് ഗുഡ്മാൻ എന്നിവർ കൂടുതൽ പഠിക്കുകയും പെട്ടെന്ന് വളരുന്ന വെളുത്ത രക്താണുക്കൾക്ക് സംഭവിക്കുന്നത് ക്യാൻസർ കോശങ്ങൾക്കും സംഭവിക്കാമെന്ന അനുമാനത്തിൽ എത്തുകയും ചെയ്തു. കൂടാതെ 1942 ഡിസംബറിൽ വെളുത്ത രക്താണുക്കൾക്ക് ക്യാൻസർ ബാധിച്ചവർക്ക് ഈ മരുന്ന് നൽകി. ലിംഫോമയെ ചികിത്സിക്കുന്നതിൽ മസ്റ്റാർഡ് ഏജന്റ്സിന്റെ ശേഷി എത്രത്തോളം എന്ന് പരീക്ഷിക്കുകയും ചെയ്തു. ആദ്യം അവർ എലികളിൽ പരീക്ഷണം നടത്തി. മസ്റ്റാർഡ് ഏജന്റ്സിന് ക്യാൻസർ ട്യൂമറുകളെ ഇല്ലാതാക്കാൻ കഴിയുമെന്ന് മനസ്സിലാക്കി. ശേഷം ഇവർ രണ്ടുപേരും തൊറാസിക് സർജനായ ഗുസ്റ്റവ് ലിങ്സ്കോഗും ചേർന്ന് നോൺ ഹോട്ട്കിൻസ് ലിംഫോമ ഉള്ള വ്യക്തിയിൽ മസ്റ്റിൻ അഥവാ നൈട്രജൻ മസ്റ്റാർഡ് എന്നറിയപ്പെടുന്ന മസ്റ്റാർഡ് ഗ്യാസിന്റെ വോളറ്റൈൽ ഫോം നൽകുകയായിരുന്നു. ശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ളതിനാൽ ഇത് നരമ്പിലൂടെ നൽകുകയായിരുന്നു. താൽക്കാലിക ആശ്വാസമായിരുന്നു അവർക്ക് ലഭിച്ചിരുന്നതെങ്കിലും ക്യാൻസർ ചികിത്സാ രംഗത്ത് ഇതൊരു ചുവടുവയ്പ് തന്നെയായിരുന്നു. ഇനിയും കീമോതെറാപ്പി ചെയ്യേണ്ടി വരുമെങ്കിലും ആഴ്ചകൾ കൊണ്ട് ട്യൂമർ ചുരുങ്ങുമെന്നതാണ് ആദ്യ പരീക്ഷണത്തിലൂടെ അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അതോടൊപ്പം തന്നെ ക്യാൻസർ ചികിത്സയ്ക്ക് സൈറ്റോടോക്സിക് ഏജന്റ്സിനെ ഉപയോഗിക്കാനും തുടങ്ങി. 1943 നടന്ന പഠനങ്ങളുടെ നിഗമനം പ്രസിദ്ധീകരിക്കുന്നത് 1946 ഈ പ്രസിദ്ധീകരണത്തിന് ശേഷമാണ് US-ൽ നൈട്രജൻ മസ്റ്റാർഡ് ജനപ്രീതി നേടുന്നത്. 2-ാം ലോക മഹായുദ്ധത്തിന് ശേഷം ഹാർവാർഡ് മെഡിക്കൽ സ്കൂളിലെ പതോളജിസ്റ്റ് BB സിഡ്നി ഫാർബർ DNA മെറ്റബോളിസത്തിലെ ആവശ്യ ഘടകമായ ഫോളിക് ആസിഡിന്റെ ആന്റി ക്യാൻസർ എഫക്റ്റിനെ കുറിച്ച് പഠിച്ചു. പിന്നീട് 1950കളിൽ എലി ലില്ലി വിങ്ക റോസിയയിൽ നിന്നും എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന ആൽക്കലോയിഡ്സ് ലുക്കീമിയ പേഷ്യൻസിന് സഹായകരമാകുമെന്ന് വാദിച്ചു. 1960കളിൽ ആന്റി ക്യാൻസർ ഏജന്റ്സായി വിങ്ക ആൽക്കലോയിഡ്സ് രംഗത്തെത്തുന്നതിലേക്ക് എലി ലില്ലിയുടെ വാദം നയിച്ചു. അടുത്ത 20 വർഷക്കാലം കൊണ്ട് കീമോതെറാപ്പി വളരെ പ്രചാരത്തിലെത്തി. കീമോതെറാപ്പി, റേഡിയേഷൻ, സർജറി എന്നിവ ഫലപ്രദമായി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ക്യാൻസർ രോഗികൾക്കിടയിലെ മരണനിരക്ക് വൻതോതിൽ കുറയ്ക്കാൻ സാധിച്ചു.